ഹലോ എവ്രി വൺ, നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? നിങ്ങൾക്ക് ബീച്ച് ഇഷ്ടമാണോ? ലൈറ്റ് ഹൗസസ്, ലോബ്സ്റ്റേഴ്സ്, ഐസ്ക്രീം ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ വാ നമുക്ക് പോകാം. കാനഡയിലെ ഏറ്റവും ചെറിയ പ്രൊവിൻസ് ആണ് കേട്ടോ ഇത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ കാണുന്നതാണ് കോൺഫെഡറേഷൻ ബ്രിഡ്ജ്. ഇതൊരു ഐലൻഡ് ആണല്ലോ, സോ ഇങ്ങോട്ടേക്ക് എത്താൻ ഒരു പാലം ആവശ്യമാണ്. ഈ ബ്രിഡ്ജ് 12.9 കിലോമീറ്റേഴ്സ് നീളമുള്ള കാനഡയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. മാത്രമല്ല ഐസ് കവേർഡ് വാട്ടറിന് മേലെ കൂടിയുള്ള വേൾഡ്സ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് കൂടി ആണിത്. ഇനി ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ വന്നിരിക്കുന്നത് കൗസ് ഐസ്ക്രീമിലാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കൗസ് ഐസ്ക്രീം. അപ്പം ഇവർ തന്നെ പറയുന്നത് വേൾഡ്സ് ബെസ്റ്റ് ഐസ്ക്രീമാണ് ഇവിടെ എന്നുള്ളതാണ്. ഇവർ ഹാൻഡ് മെയ്ഡ് ചെയ്ത് ഓൾഡ് ഫാഷൻ റെസിപ്പി അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ആൻഡ് അവർക്ക് ഐസ്ക്രീം മാത്രമല്ല, കുറേ മെർച്ചൻഡൈസ് ഉണ്ട്. ടീഷർട്ട്സ്, സ്വെറ്റ് ഷർട്ട്സ്, ബുക്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഹരിയേട്ടൻ കണ്ണട വെച്ചാൽ ഷോ ഒക്കെ ചെയ്തേ ഐസ്ക്രീം കഴിക്കാറുള്ളൂ. ചുമ്മാ ഞങ്ങൾ പൊതുവേ ഒരു ട്രീറ്റായിട്ട് കൊടുക്കുന്നത് ഒരു വൺ ഡേ ട്രിപ്പായിരിക്കും. ഞങ്ങൾ 4 പേര് ഫ്രണ്ട്സ് തമ്മിൽ. അപ്പം നമ്മൾ ഇപ്രാവശ്യം ദേവിയുടെയും ഗൗരാംഷിൻ്റെയും വെഡ്ഡിങ്ങിൻ്റെ ട്രീറ്റാണ് ഈ ഒരു പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ട്രിപ്പ്. എന്താ നോക്കണേ? നമ്മൾ കുറേ ജെല്ലി ഫിഷിനെ കാണുന്നു. ഇത്രയും ജെല്ലി ഫിഷിനെ ഒരുമിച്ച് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഞാനൊക്കെ ജെല്ലി ഫിഷിനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ഇതാണ് വാട്ടർ ഫ്രണ്ട് ഷാർലറ്റ് ടൗണിൻ്റെ. ഓക്കെ, ഷാർലറ്റ് ടൗൺ എന്താണെന്ന് പറയാൻ മറന്നുപോയി. ഷാർലറ്റ് ടൗൺ ആണ് ഈ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റൽ. ഷാർലറ്റ് ടൗൺ ഇതൊരു സ്മോൾ സിറ്റി ആണ്, എന്നാൽ പോലും ഭയങ്കര കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക് വാല്യൂ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നടന്ന് സുപ്രീം കോർട്ട് വരെ എത്തി. ഹരിയേട്ടൻ ഇവിടെ വീഡിയോ എടുക്കാൻ പാടുണ്ടോ? സുപ്രീം കോർട്ടാണ് മോളെ നമ്മൾ വന്നേക്കുന്നത്. എന്തിനാ ഇവിടെ വന്നേ? മെയിൻ കേസൊക്കെ ഇവിടെ വാദിക്കുന്നത്. ഗൗരയ്ക്ക് എന്തോ കേസുണ്ട്. വാട്ട് ഈസ് യുവർ കേസ് ഗൗര? ഹിസ് കേസ് പവനായി പ്രൊഫഷണൽ കില്ലർ. ഹലോ ഗൈസ്, ഞങ്ങൾ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ ഇപ്പം ഡൗൺ ടൗണിലാണ്. ഒരു പള്ളി കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ഞെക്കി കൊല്ലാൻ പോയതാ. വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഇനി പറഞ്ഞു തന്നെ കേട്ടോ. എന്താ ഇത്? സദസ്സില് പള്ളിയുടെ 18 ബെൽസ് അത് ഫ്രാൻസിൽ മാനുഫാക്ചർ ചെയ്തതാണ്. ഓക്കെ, അത് ഇവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തു. ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് അത് ഷാർലറ്റ് ടൗണിന്റെ ഒരു എന്താ പറയുന്നത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു. എപ്പോഴും ആ പള്ളി മുണികൾ അവർ കേട്ടോണ്ടിരുന്നു. പിന്നെ അത് കേടായി. പിന്നെ അത് റീഫർബിഷ് ചെയ്ത് കുറേ ജനറസ് ഡോണേഴ്സിന്റെ ഹെൽപ്പ് കാരണം അത് റീഫർബിഷ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. അപ്പോൾ ഇതേപോലത്തെ ബെൽസ് നമുക്ക് നോർത്ത് അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഒന്ന് സെയിൻറ്റ് ജോസഫ് ഓറേറ്ററി ഇൻ മോൺട്രിയാൽ, നമ്മൾ പോയ പള്ളിയില്ലേ, അവിടെ ഉണ്ട്. ഇത് വളരെ ഫേമസ് ആണ്. പള്ളി മിനിറ്റ് നമുക്ക് കാണാം. എന്താ
ഓ നല്ല ചൂട്, ഒരു ചിൽഡ് ബിയർ ആയാലോ. അങ്ങനെ ലഞ്ച് ടൈമായി. നമ്മൾ കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റാണ് ഒറിജിനൽ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റേറ്റിംഗ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിയർ കുടിച്ചു. ആൻഡ് ഇതാണ് ലോബ്സ്റ്റർ ബോൾ, ലോബ്സ്റ്റർ ബർഗർ എല്ലാം വാങ്ങി കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ലോബ്സ്റ്റർ. അപ്പോൾ ഹൈലി റെക്കമെൻഡ്. നമ്മൾ PAയിൽ പോയ എല്ലാ ബീച്ചിനേലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീച്ചാണിത്, തണ്ടർ കോവ് ബീച്ച്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ കാണുന്ന റെഡ് സാൻഡ് സ്റ്റോൺ ക്ലിഫ്സും കേവ് ഫോർമേഷൻസും സീ സ്റ്റാക്സും എല്ലാം കൊണ്ട് ഭയങ്കര യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഈ ബീച്ച്. നല്ല കിടിലം പിക്ചേഴ്സ് എടുക്കാം നമുക്ക്, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഒട്ടും ക്രൗഡഡ് അല്ലാത്തൊരു ബീച്ചാണ്. അധികം ആരും എല്ലാവരും PA വരുമ്പം കാവൻഡിഷ് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്, അവിടെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ബീച്ചിൽ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. വേറെ ആർക്കും ഇവിടെ വെള്ളത്തിലിറങ്ങാൻ ഇഷ്ടമല്ല ഗൈസ്. പക്ഷേ ചെറായി ബീച്ചിൻ്റെ അത്രയും വേവ്സ് ഇല്ല കേട്ടോ, അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി വീട്ടിൽ ചെന്നാൽ അറിയാം നമ്മുടെ എത്ര കറക്റ്റ്. ഓക്കെ, അങ്ങനെ തിരിച്ചു പോകാൻ ടൈമായി ഗൈസ്. 1 ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. കുറേ പിക്ചേഴ്സ് എടുത്തു, കുറേ ഫുഡ് കഴിച്ചു, കുറേ സ്ഥലങ്ങളിൽ പോയി. പിന്നെ നല്ലൊരു സൺസെറ്റും തിരിച്ചു വരാൻ നേരത്ത് കണ്ടു. അങ്ങനെ കുറേ മെമ്മറീസും ഒക്കെ ഉണ്ടാക്കിയ നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇനി വേറെ പുതിയ വ്ളോഗായിട്ട് ഞങ്ങൾ ഇനിയും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.